നമസ്കാരം. ഇറച്ചിക്കോഴിയുടെ വില 290 കടന്നിരിക്കുകയാണ്. മലയാളികൾക്ക് പുതുവത്സര സമ്മാനമായിട്ട് അത് പുതുവത്സരവും ക്രിസ്മസും വന്നതോടുകൂടി കോഴി ഇറച്ചിയുടെ വില 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മലയാളികളുടെ ഇഷ്ടപൂർവമായി ഇന്ന് കോഴി ഇറച്ചി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളിയുടെ തീന്മേശയിൽ നിന്ന് കോഴിയിറച്ചി അന്യമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടാകുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതിൽ പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു സംഭവം, ഈ ആലപ്പുഴയിലൊക്കെ പക്ഷിപ്പനി വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയം കോഴിക്ക് വില കുറയുകയാണ് വേണ്ടത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഫാമുകളെയാണ്. ഫാമുകളിൽ ഉൽപ്പാദനം വളരെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. ഫാമുകളിപ്പം ചെറുകിട ഫാമുകളെല്ലാം കൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലുണ്ട്. കാരണം കോഴിത്തീറ്റക്കും മറ്റുള്ള സംഭവങ്ങൾക്കൊക്കെ വില കയറിയതും കൂടി ഫാമുകളിൽ പ്രവർത്തനം നിലച്ചുപോയിട്ട് നമുക്ക് പയ്യന്നൂരിലെ പ്രമുഖ വ്യാപാരിയായ അബ്ദുള്ളയോട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. സാർ നമസ്കാരം. സാർ, ഫാമിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഫാമിലേക്കുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കും കോഴിത്തീറ്റകൾക്കും എല്ലാ സമയത്തും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറയല്ല. ഏതെങ്കിലും സമയത്ത് കുഞ്ഞിൻ്റെ വില കുറഞ്ഞാൽ ആയി എന്നല്ലാണ്ട് തീറ്റയുടെ വില കുറയില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിൻ്റെ ചിലവ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് ചില സമയത്ത് മാർക്കറ്റിൽ വില കിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഉൽപ്പാദനത്തിനേക്കാൾ കുറഞ്ഞിട്ടുള്ള വിലയാണ് മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമേഴ്സ് എല്ലാം ഈ രംഗത്ത് നിന്ന് കുറേശ്ശെയായിട്ട് മാറി തുടങ്ങി. ആ സമയമാണ് ആ മാറിയത് കൊണ്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പം കാണുന്നത്. അപ്പം ആ മാറുമ്പോൾ പ്രൊഡക്ഷൻ കുറയുമ്പം അതിൻ്റെ സെയിൽ കൂടുമ്പോൾ അതിനനുസരിച്ച് സാധനം കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വില 10 മടങ്ങ് കൂടി തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ഡബിളായിട്ടാണുള്ളത്. ഇപ്പം ആരുടെ കയ്യിലാണോ കോഴിയുള്ളത് അവർക്ക് കുറച്ച് ഗുണം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കോഴിയിറച്ചിൻ്റെ വില എങ്ങനെയാണ്? ഇന്നത്തെ കോഴിയിറച്ചി 290 രൂപ. അപ്പം ഒരു മാസത്തിന്റെ മുൻപേ ഉള്ളതിന്റെ ഇരട്ടി വിലയാണ് ഇപ്പോഴുള്ളത്. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം കോഴി ഈ പക്ഷിപ്പനി ഉണ്ടായ സമയത്ത് നമ്മളിവിടെയൊക്കെ ചിക്കൻ്റെ വില 90-ലേക്ക് താണിരിക്കുന്നു. അപ്പോൾ പിന്നെ സാധാരണക്കാർക്ക് എല്ലാവരും ചിക്കൻ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നേരെ ഈ എതിരായിട്ടുള്ള ഈ പ്രതിഭാസത്തിന് കാരണം എന്താണ് സാർ? ഇപ്പം പക്ഷിപ്പനി അത് ആലപ്പുഴയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അത് കോഴിയിലേക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. അത് താറാവിന് മാത്രമാണ് സ്ഥിരീകരിച്ചത്. അത് നമ്മുടെ ഭാഗത്തൊന്നും ബാധിച്ചിട്ടുമില്ല. ഇപ്പോഴത്തെ ഈ പ്രതിഭാസത്തിന് കാരണം പ്രൊഡക്ഷൻ കുറഞ്ഞതുകൊണ്ടാണ്. പ്രൊഡക്ഷൻ കുറയാനുള്ള കാരണം ന്യായമായ ഒരു കിലോ കോഴി ഫാമിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 100 മുതൽ 120 രൂപ വരെ ചിലവ് വരും. ഫാമിലെ ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രമാണ്. അത് ഷോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും 130 മേലെ വരും. അതിൻ്റെ തൂക്കക്കുറവെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ആ വിലയിലും കുറഞ്ഞിട്ടാണ് ഒരു 3-4 മാസം മുമ്പേ വരെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫാമേഴ്സ് ഇല്ലാണ്ടാകുമ്പോൾ സാധനത്തിന് ക്ഷാമം നേരിട്ടതോടുകൂടി നമുക്ക് ഉത്സവ സീസണും കൂടി വന്നു. ന്യൂ ഇയർ, ക്രിസ്മസ് തുടങ്ങിയ സീസണും കൂടി വരുമ്പോൾ ഈ സാധനം കൂടുതൽ ചിലവായി. അപ്പം അതിൻ്റെ ദൗർലഭ്യം കാരണം വില കൂടി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ചിക്കൻ വരുന്നുണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് കോഴിക്കോട് വരെയല്ലേ വരുന്നുള്ളൂ. ബാക്കി ഈ ഭാഗത്തെല്ലാം നമുക്ക് കർണാടക ബോർഡറിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രാദേശിക അടിസ്ഥാനത്തിലും കൃഷി കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവാണെങ്കിലും അത് വീണ്ടും ഈ വിലയോടുകൂടി ഇനി ഫാമേഴ്സ് കൂടുതലായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും. ഇപ്പോൾ ഈ ചിക്കന് വില കൂടിയത് കാരണം ഉപഭോക്താക്കൾ ഇപ്പോൾ ആവശ്യക്കാർ കുറയുന്നുണ്ടോ? സർ, സീസൺ ഇപ്പം ഉത്സവ സീസൺ കഴിഞ്ഞതോടുകൂടി ഇതിൻ്റെ ആവശ്യക്കാർ കുറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ ഈ മേഖലയിൽ എത്ര വർഷം കുറേ കാലമായി? സാർ, 30 വർഷത്തിലേറെയായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിലയിൽ മേലെ പോകാൻ സാധ്യത കുറവാണ്. ഇത് 290 മുകളിൽ കയറാൻ സാധ്യത തന്നെ വില കുറയാനുള്ള സാധ്യത ഉണ്ടോ? ഓക്കെ. ശരി. അപ്പം നിങ്ങൾ ഈ ചിക്കനൊക്കെ കോഴി എവിടുന്ന ഇറക്കുമതി ചെയ്യുന്നത്? സ്വന്തമായിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. സ്വന്തമായിട്ട് ഫാം ഉണ്ടല്ലേ? നമുക്ക് മലയോര മേഖലയിലാണ് ഫാം ഉള്ളത്. ഇൻറ്റിഗ്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അത് പിന്നെ കോഴി വളർത്തിയിട്ട് ആ കൃഷികരിൽ നിന്ന് നമ്മൾ കോഴി തിരിച്ചെടുക്കും. അതിന് അവർക്ക് 1 കിലോ ഇത്ര പൈസ എന്നുള്ള രൂപത്തിൽ നമ്മൾ അവർക്ക് ചാർജ് കൊടുക്കും. ആ ഒരു സിസ്റ്റം കൂടി നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്.